ഇന്ന് മെയ് 18, വെറും 3 ദിവസം കഴിഞ്ഞാൽ മെയ് 21. നമ്മൾ അത്രയധികം ആവേശത്തോടു കൂടെ കാത്തിരിക്കുന്ന നമ്മുടെ +2 റിസൾട്ട് എന്ന് പറയാൻ വരട്ടെ, നിങ്ങളിൽ പലരും അത്രത്തോളം ആവേശത്തോടു കൂടി ആയിരിക്കില്ല ഈ മെയ് 21 വരവേൽക്കുന്നുണ്ടായിരിക്കുക. കാരണം ഈ കഴിഞ്ഞ +2 ബോർഡ് എക്സാമിലെ ഓരോ ചോദ്യ പേപ്പറിലെയും ഓരോ ചോദ്യങ്ങളും കണ്ടപ്പോൾ നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിച്ചു എന്നുള്ളത് അനുഭവിച്ച നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള എല്ലാവർക്കും തന്നെ അത് കേട്ടിരിക്കാൻ പറ്റുന്ന വെറും കഥകൾ മാത്രമായിരിക്കും. +2 ഒരു ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റിലെ മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചേ മതിയാവുള്ളൂ എന്ന മാറ്റവും ഇതുവരെ കാണാത്ത രീതിക്കുള്ള ചോദ്യപേപ്പറിലെ മാറ്റവും എല്ലാം തന്നെ ആ ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് നേരാവണ്ണം പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണങ്ങളായി മാറിയിട്ടുണ്ട്. രാപ്പകലിരുന്ന് ഞാൻ പഠിച്ച എൻ്റെ ആ എഫേർട്ടിനുള്ള ഒരു പെർഫോമൻസ് ഈ കഴിഞ്ഞ +2 ബോർഡ് എക്സാമിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന അനവധി വിദ്യാർത്ഥികളാണുള്ളത്. മക്കളെ, ഒരു കാര്യം ഓർക്കുക, ഈ +2 ബോർഡ് എക്സാമിലെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ശരി, നമ്മളെല്ലാവരും അതേ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് നേരാവണ്ണം ഈ +2 ബോർഡ് എക്സാമിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തന്നെ നിങ്ങളിട്ട എഫേർട്ടോ നിങ്ങളുടെ കഷ്ടപ്പാടോ ഒരിക്കലും തന്നെ ഇല്ലാതാവുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പടി മുകളിൽ ചെറുതായിട്ടൊന്ന് എഫേർട്ട് ഇട്ടാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ +2 മാർക്ക് എന്ത് തന്നെയാണെങ്കിലും ശരി 100% ഫ്രീ ആയിട്ട് സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ വന്നുകൊണ്ട് നീറ്റ് JEE റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള അവസരമാണ് സൈലം ഒരുക്കുന്നത് സാറ്റ് എക്സാമിലൂടെ. സൈലം സാറ്റ് എക്സാം ഈ മെയ് 25-ാം തീയതിയാണ് വരാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയുവാനും നിങ്ങളുടെ സിലബസ് അറിയുവാനും രജിസ്ട്രേഷനും എല്ലാമായിട്ട് ഈ QR കോഡ് ഉടനെ തന്നെ സ്കാൻ ചെയ്യുക. മെയ് 21 റിസൾട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം.